ഇത് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പാലിൻ്റെ പാട മുകളിൽ കാണുമല്ലോ കാച്ചിയതിന് ശേഷം അതെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഞാനത് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് ഒരു ചീനിച്ചട്ടിലിട്ട് ചൂടാക്കിയിട്ട് അത് നെയ്യാക്കിയെടുക്കും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കേട്ടോ. ഹലോ കൂട്ടുകാരെ, ജയാസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പാലിൻ്റെ പാടയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അതിങ്ങനെ ശേഖരിച്ച് വെക്കുക ഫ്രിഡ്ജിനകത്ത്. അതുകൊണ്ട് ഞാൻ നെയ്യ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വിധം ഒന്ന് കാണിച്ചു തരികയാണേ. ഇതാണ് നമ്മുടെ നെയ്യുടെ സ്റ്റേജ് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാണ് അതിങ്ങനെ മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉരുകി അവസാനം നെയ്യായിട്ട് വരും. ഞാൻ എന്നിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അടുത്ത സ്റ്റേജ് കേട്ടോ നെയ്യുടെ നമ്മുടെ. അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്നതൊക്കെ ഒരിച്ചിലൂടെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ അധികം തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാമേ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ, സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ തുണി വെച്ച് കെട്ടി എന്നിട്ട് ഇതിലോട്ട് ഞാൻ അരിച്ചെടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അരിപ്പ വേണം, അതില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കോരിയിടാമേ. ഈ ബാക്കി വരുന്നത് ഈ തുണിയിലുള്ളത് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു 2 ദിവസമൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ. അത് വെച്ചിട്ട് അമർത്തി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നെയ്യുമയ കിട്ടിക്കൊള്ളുമല്ലോ ചപ്പാത്തിയിലൊക്കെ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിൻ്റെ ഏറ്റവും അവസാനം കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നെയ്യേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നെയ്യ് കാണണ്ടേ, ഇതെല്ലാം ഇതിനകത്ത് ഊർന്ന് വീണിട്ടുണ്ട്. ഇതിങ്ങനെ കിഴി കെട്ടിയിട്ട് ഞാൻ 2 ദിവസം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ തേക്കുന്ന കേട്ടോ. നല്ല കുഴപ്പമൊന്നുമില്ല. 2 ദിവസം 1 ദിവസമൊക്കെ തേക്കാം. ഇതാട്ടോ നമ്മുടെ നെയ്യ്. ഞാനെൻ്റെ എടുത്ത് വെച്ച പാത്രമാണ്. നമുക്ക് ഇത്ര നെയ്യ് കിട്ടി. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു അടുത്ത വീഡിയോ കാണുന്നതിനും വരെ താങ്ക് യു.